നോക്കിയിട്ടിറങ്ങ്. വേണ്ടപ്പാ ഇറങ്ങിക്കോളൂ. എന്ത് തിരക്കാണ് ആശുപത്രിയിൽ, ഒരു ദിവസത്തെ മെനക്കേടാണ്. എന്നാ ഇനി ഗവൺമെന്റ് ആസ്പത്രി പോവാൻ മോനെ. വേണ്ട വേണ്ട, അടുത്ത് പോണ്ട, അവിടെ അതിലും വലിയ തിരക്കായിരിക്കും. നിങ്ങളെ മോൻ വിളിക്കുന്ന കുഴപ്പമൊന്നും. ആ മോനെ, നിങ്ങൾ ഇനി എപ്പാന്ന് നാട്ടിൽ വരുക? വരാൻ ആഗ്രഹമില്ലായിട്ടൊന്നും അല്ലമ്മ, എല്ലാവരും കാണാനും ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുന്ന് എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങോട്ട് ഒത്തുവരണ്ടേ, അതുകൊണ്ടാണ്. അമ്മ വിഷമിക്കാണ്ടിരിക്കട്ടാ, മരുന്നൊക്കെ കൃത്യമായിട്ട് കുടിക്കേ, കൃത്യസമയത്ത് മരുന്നും ഭക്ഷണമൊക്കെ കഴിക്കട്ടാ. ഞാൻ പറയാം, ഞാൻ ഏട്ടനോട് പറയാം. ഒന്ന് ഏട്ടനോട് പോകണം. ആ മോനെ, ഇവിടെ അത്ര ചിലവ് ആശുപത്രി കാണിക്കാൻ വേണ്ടിട്ട്. ആടെ സ്കാനിങ്, മറ്റേത് മറിച്ച് ഗുളികയൊക്കെ എത്ര പൈസ. ചിലവിൻ്റെ കാര്യമായിട്ടും പേടിക്കണ്ട, അത് ഞാൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി, ഞാൻ അക്കൗണ്ട് ഇട്ടേക്കാം കേട്ടാ. ശരി, ഓക്കെ ഓക്കെ. ഇനി നിങ്ങളൊരു മോളുണ്ടല്ലോ, ഓൾ ഇതിനായിട്ട് വിളിച്ച് അന്വേഷിച്ചാ, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മതിയടാ, ഓള് ക്ലാസ്സിലായിരിക്കും, തിരക്കല്ലേ. അതിന്നാ ബാക്കിയുള്ളൊക്കെ തിരക്കില്ലേ? ഓ അതെയാ, ഏട്ടനോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഒരു ഹോം നേഴ്സിനെ ഞാൻ ആയിക്കോളാം. അമ്മനെ ഞാനിങ്ങ് കൂട്ടൂലേ. അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. എന്നാൽ ശരി ഏട്ടാ, എനിക്ക് കുറച്ച് തിരക്കുണ്ട് ക്ലാസ്സിൽ. മോക്കും തിരക്ക്, മോനും തിരക്ക്, അനക്ക് മാത്രം തിരക്കില്ലല്ലോ. നല്ല നോക്കിയിരിക്കും. ഇത്രയും പ്രായമായിട്ട് ഒരു കല്യാണം കഴിക്കാൻ പറ്റുന്ന അമ്മ എനിക്ക്? അതൊക്കെ പോട്ട്, ഒരു പണിക്കൊന്നും പോകാൻ പറ്റുന്നുണ്ട് എനിക്ക്? നിങ്ങളെല്ലാവരും നോക്കിയിട്ട്. നീ എന്നാണ് മോനെ പറയുന്നത്? നിനക്ക് പെണ്ണ് കിട്ടാതെ അന്നെ നോക്കി ഇരുന്നിട്ടാ? നിന്റെ സ്വഭാവം നന്നാക്കാതെയോ? പിന്നെ എൻ്റെ കാര്യമെല്ലാം ഞാൻ തന്നെയാണ് ഇടുന്ന് നോക്കുന്നത്. എനിക്ക് മടിയായിട്ടല്ലേ നീ പണിക്ക് പോകാതെ? എല്ലാ കുറ്റം കൂടി എൻ്റെ തല കിട്ടും. പൈസൻ്റെ കണക്ക് പറയുന്നത് കേട്ടിനല്ലോ. ചെക്കൻ ഗൾഫിൽ നിന്ന് എനിക്ക് പൈസ അയച്ചിരുന്നില്ലേ? അതുപോലെ തന്നെ പെണ്ണും അയക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പെൻഷൻ തേച്ച് നീ തന്നെയല്ലേ എടുക്കുന്നത്. പിന്നെ എന്തിനാണ് നീ പണിക്ക് പോകുന്നത്? ഇതെല്ലാം കണക്ക് കൂട്ടുമ്പോൾ അവരാക്കാണെ മാസത്തിൽ എനിക്കാണ് പൈസ അധികം. അത് പിന്നെ അമ്മ അതിന് കണക്കായി ചെലവില്ലേ നമുക്ക്? എന്ത് ചെലവ്? നിനക്ക് എന്നെ നോക്കാൻ കഴിയല്ലെങ്കിൽ എന്നെ വൃദ്ധസദനത്തിലാറ്റാക്കിയാൽ മതി. ആടെ ഞാൻ സുഖമായി ജീവിച്ചോളൂ. ഈ അമ്മേൻ്റെ ഒരു കാര്യം, ഇത് പൈസ മാത്ര. അമ്മേനെ ഞാൻ കടിമുടില്ല, ഞാൻ തന്നെ നോക്കിക്കോളൂ. അമ്മേൻ്റെ കാര്യം ചെയ്യും, ഉച്ചക്കത്തെ മരുന്നെടുത്ത് കുടിക്ക്. ഞാനിപ്പം കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു തരാം കേട്ടാ. മോനെ പണി ഇപ്പം പാടുവേനും, എൻ്റെ വരുമാനം നിന്നു പോലും. ഹലോ, ഇവിടെ സാധനം മേടിച്ചോട്ടാ, പൈസ ഒന്നും കാര്യമാക്കണ്ട, ഞാൻ അയച്ചുതരാം. ആ 2 മേടിച്ചോ, ഞാനിപ്പോൾ